Hello my friends. Let's continue the next paragraph. Yes. In the last class, where did we stop? എവിടെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നിർത്തിയത്? Till the painter. He was very happy. Why? എന്തിനാ അയാൾ ഇത്രയും ഹാപ്പി ആയത്? Yes, he got the reward for his painting. He got his reward to paint the picture. Picture of whom? The Archduke and his courtiers. Archdukeന്റെയും courtiersന്റെയും പിക്ചർ പെയിന്റ് ചെയ്യാനുള്ള റിവാർഡ് he got in advance. അഡ്വാൻസ് ആയിട്ട് ആര് കൊടുത്തു? The Archduke of Battenberg. ബാറ്റൻബർഗിലെ ആർച്ച്ഡ്യൂക്ക് അഡ്വാൻസ് ആയിട്ട് തന്നെ ഈ പിക്ചർ പെയിന്റ് ചെയ്യാനുള്ള റിവാർഡ് കൊടുത്തു. എത്രയായിരുന്നു റിവാർഡ്? 100 gold coins. So till the painter flattered our Archduke. ആർച്ച്ഡ്യൂക്കിന്റെ ജനറോസിറ്റിയെ പുകഴ്ത്തിക്കൊണ്ട് കുറെ പുകഴ്ത്തി പറഞ്ഞു അല്ലേ? അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. Now what has happened the next? We can see in the next paragraph. Look at the 8th paragraph. The next day, Till asked the Archduke to allow him to see all the courtiers who were to be painted along with him. They came and saw him one by one. The first to come was the commander-in-chief of the army. He was a short, fat, bald man with an enormous pouch. He whispered in Till's ear, "When you paint my picture, remember you are to make me look handsome. If you do not make my stomach look flat, I will have you hanged. Remember, I was once a very handsome soldier." Yes. The next day, Till asked the Archduke to allow him to see the courtiers who were to be painted along with him. അടുത്ത ദിവസം തന്നെ പെയിന്റിങ്ങിനുള്ള ആ ഒരു തയ്യാറെടുപ്പാണ് അല്ലേ? അപ്പൊ ടിൽ ആർച്ച്ഡ്യൂക്കിനോട് ചോദിച്ചു, എന്ത്? ഞാൻ പെയിന്റ് ചെയ്യേണ്ട കോർട്ടിയേഴ്സിനെ എനിക്കൊന്ന് കാണിച്ചു തരണം, ഞാൻ അവരെ ഒന്ന് നോക്കി വെക്കാം, എന്നിട്ട് ഐ ഹാവ് ടു സ്റ്റാർട്ട് മൈ പെയിന്റിങ്. സോ they came and saw him one by one. അങ്ങനെ ഓരോരുത്തരായിട്ട് നമ്മുടെ ടില്ലിന്റെ അടുത്തേക്ക് വരികയാണ്. ആ പാലസിലുള്ള കോർട്ടിയേഴ്സ് ഓരോരുത്തരായിട്ട് വൺ ബൈ വൺ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരായിട്ട് ആ ടില്ലിന്റെ അടുത്തേക്ക് വന്നു. ഫസ്റ്റ് വന്നതാരാ? The first to come was the commander-in-chief of the army. ആർമിയിലെ commander-in-chief, സർവ സൈന്യാധിപനാണ് ആദ്യമായിട്ട് വന്നത്. commander-in-chief, അവിടുത്തെ സോൾജിയേഴ്സിന്റെ ഹെഡ്. So the commander-in-chief came and Till saw him. How was he? എങ്ങനെയായിരുന്നു സോൾജിയർ, ആ കമാൻഡർ? നോക്കാം. He was a short, fat, bald man with an enormous pouch. He is very short and he is fat and bald headed and he has an enormous pouch on his stomach. എന്താണ്? ഷോർട്ട് ആണ്, ഫാറ്റ് ആണ്. Look at this. Okay? And he is very fat, short and bald headed. There is no hair on his head. കഷണ്ടി തലയായിട്ട്. And one more thing, an enormous pouch. വലിയൊരു കുടവയറുമായിട്ടാണ് ആര് വന്നത്? നമ്മുടെ commander-in-chief. അതാണ് ആ commander-in-chiefന്റെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ്. ഓക്കെ? ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻ നെക്സ്റ്റ്? He whispered in Till's ear. ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു ശരീരഘടനയാണ് നമ്മുടെ commander-in-chiefനുള്ളതെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് വേണം ആര് വരക്കാൻ? നമ്മുടെ ടില്ല് അയാളെ വരക്കാൻ. ഓക്കെ? പക്ഷേ
അയാൾ വന്നതിന് ശേഷം അയാൾ ടില്ലിന്റെ ചെവിയിൽ പതുക്കെ പറഞ്ഞു. എന്താ പറഞ്ഞത്? When you paint my picture, remember you are to make me look handsome. എന്തൊക്കെയാണോ റിയൽ ആയിട്ട് എനിക്കുള്ളത് അതൊക്കെ ഒഴിവാക്കിയിട്ട് വളരെ ഹാൻസം ആയിട്ട് സൗന്ദര്യമുള്ള ഒരാളായിട്ട് എന്നെ വരക്കണം. എങ്ങനെയുണ്ട്? അപ്പോൾ റിയാലിറ്റി അവിടെ ഉണ്ടാവോ? ഇയാളാകെ മാറ്റിയിട്ട് വേണം വരക്കാൻ. ഓക്കെ, when you paint my picture, remember you are to make me look handsome. എൻ്റെ കുടവയറ് കാണാൻ പാടില്ല, ബാൾഡ് ഹെഡ് ഉണ്ടാവാൻ പാടില്ല. I should not be so short. Okay, I should not be so fat. വളരെ ഹാൻസം ആയിട്ട് കാണാൻ ഭംഗിയുള്ള ഒരാളായിട്ട് വേണം എന്നെ വരക്കാൻ. പിന്നെ അടുത്തത്, if you do not make my stomach look flat, I will have you hanged. എൻ്റെ വയറ് കണ്ടില്ലേ? It is a pouch, enormous pouch. ഈ enormous pouch ഇല്ലാതെ വളരെ ഫ്ലാറ്റ് ആയിട്ട് വേണം എന്നെ വരക്കാൻ. അങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ there is a threaten. Threaten എന്ന് പറഞ്ഞാൽ എന്താ? ഭീഷണി. അയാളുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണിയായിരുന്നു നമ്മുടെ ടില്ലിന് കിട്ടിയത്. എന്താണ്? If you do not make my stomach flat, എൻ്റെ സ്റ്റമക്ക് ഫ്ലാറ്റ് ആയിട്ട് വരച്ചില്ല എങ്കിൽ I will have you hanged. ഞാൻ എന്ത് ചെയ്യും? നിങ്ങളെ തൂക്കിക്കൊല്ലും. ഹാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? തൂക്കിലേറ്റ്. പിന്നെ remember I was once a very handsome soldier. Once in my past I was a handsome soldier. നല്ല ഭംഗിയുള്ള ഒരു സോൾജിയർ ആയിരുന്നു ഞാൻ മുമ്പ്. അതേപോലെ എൻ്റെ പഴയകാല ഒരു പിക്ചർ പോലെ ഇന്ന് നീ എന്നെ വരക്കണം. That was the demand put forward by the commander-in-chief in front of Till. ടില്ലിന്റെ മുമ്പിൽ വച്ച ഡിമാൻഡ് ആയിരുന്നു ആര്? ദ കമാൻഡർ-ഇൻ-ചീഫ്. ആ സർവ്വസൈന്യാധിപൻ, ആർമിയുടെ ഹെഡാണ് അയാൾ. ഓക്കെ, നൗ what may be, who may be the next one? Let's see in the next paragraph. Look at the next paragraph. An elderly lady came next. She had a large hump on her back. Sir painter, she said softly, make me look young and beautiful. If you don't remove the hump on my back and supply what I lack in beauty, I will have you torn into pieces. A young lady, who was the companion of the Duchess, who came in as soon as the old lady left. She was young and pretty, but had lost 3 of her front teeth in an accident. She warned Till that if in her picture she didn't see herself smiling with a perfect set of pearly teeth, she would have him cut into small bits by her lover. She pointed to the captain of the guards. Okay? In this 9th paragraph, who came? 2 persons came. Who are they? First one, an elderly lady, and the next, a young lady. Now, how the elderly lady? എങ്ങനെയാണ് രണ്ടാമത് വന്ന ആ എൽഡർലി ലേഡി, വളരെ പ്രായം ചെന്ന ഒരു ലേഡിയാണ് പിന്നെ വന്നത്. എങ്ങനെയായിരിക്കാം ആ ഒരു ലേഡിയുടെ സിറ്റുവേഷൻ, ഫിസിക്കൽ അപ്പിയറൻസ് എങ്ങനെ നോക്കാം. ആൻ എൽഡർലി ലേഡി കെയിം നെക്സ്റ്റ്. അടുത്തതായിട്ട് വരുന്ന ആരാണ്? ടില്ലിന്റെ അടുത്തേക്ക് എന്തിനാ വരുന്നത്? പെയിന്റ് ചെയ്യാൻ അല്ലേ, പിക്ചർ വരക്കാൻ വരെ നോക്കണ്ടേ. അതിനു വേണ്ടി അടുത്ത ആള് കടന്നു വരുന്നത് ആരാണ്? ആൻ എൽഡർലി ലേഡി, ഒരു പ്രായം ചെന്ന ലേഡി. She had a large hump on her back. സ്പെഷ്യാലിറ്റി എന്താ? അവളുടെ ബാക്കിൽ ഒരു ലാർജ് ഹംപ്, ഒരു കൂന് ഉണ്ടല്ലേ. സർ, എന്നിട്ട് ആ ലേഡി എന്താണ് നമ്മുടെ ടില്ലിനോട് പറയുന്നത്? സർ പെയിന്റർ, ഷീ സെഡ് സോഫ്റ്റ്ലി, വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മുടെ ടില്ലിനോട് പറഞ്ഞത്, സർ പെയിന്റർ, മേക്ക് മീ ലുക്ക് യങ് ആൻഡ് ബ്യൂട്ടിഫുൾ. ഞാൻ ഇത്ര എൽഡർലി ആണെങ്കിലും ഇത്ര ഓൾഡ് ആണെങ്കിലും പ്രായമായിട്ടുള്ള ഒരു ലേഡി ആണെങ്കിലും വരക്കുമ്പോൾ എന്ത് ചെയ്യണം?
എന്നെ പ്രായം കുറഞ്ഞ നല്ല ഭംഗിയുള്ള ഒരു ലേഡി ആയിട്ട് എന്നെ വരക്കണം. എന്നിട്ട് അടുത്ത ഭീഷണി എന്താ? ഇഫ് യു ഡു നോട്ട് റിമൂവ് ദ ഹംപ് ഓൺ മൈ ബാക്ക്, വരക്കുമ്പം എൻ്റെ പുറകിൽ കാണുന്ന ഈ ഹംപ് ഉണ്ടല്ലോ, ഈ കൂനുണ്ടല്ലോ, ഇത് റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ ആൻഡ് സപ്ലൈ വാട്ട് ഐ ലാക്ക് ഇൻ ബ്യൂട്ടി, എന്തൊക്കെയാണോ എൻ്റെ ഭംഗിയിൽ എനിക്ക് കുറവുള്ളത് അതെല്ലാം വെച്ചുകൊണ്ട് നല്ല ഭംഗിയോടുകൂടി എന്നെ വരച്ചിട്ടില്ല എങ്കിൽ ഐ വിൽ ഹാവ് യു ടേൺ ഇൻ ടു പീസസ്, ഞാൻ നിന്നെ പീസാക്കും. ഐ വിൽ ടിയർ യു, ഐ വിൽ കട്ട് യു ഇൻ ടു പീസസ്, ഞാൻ നിന്നെ കഷ്ണാക്കി മുറിക്കും. മീൻസ് ഐ വിൽ കിൽ യു, ഞാൻ നിന്നെ കൊല്ലും. അതാണ് അടുത്ത ഭീഷണി. ഫ്രം ഹൂം? ഫ്രം ദ എൽഡർലി ലേഡി. പ്രായം ചെന്ന ആ ലേഡിയുടെ ഡിമാൻഡ് ആയിരുന്നു. വാട്ട് ഈസ് ദർ ഓൺ ഹർ ബാക്ക്? എന്താണ് അവളുടെ ബാക്കിലുള്ളത്? എ ഹംപ് ഓൺ ഹർ ബാക്ക്. ഓക്കെ, സീ ദ പിക്ചർ. എ ഹംപ് ഓൺ ഹർ ബാക്ക്. So, and Till has to change this hump and make it flat and make her beautiful and young. അവളെ യങ് ആക്കണം, ബ്യൂട്ടിഫുൾ ആക്കണം. അങ്ങനെ വരച്ചിട്ടില്ല എങ്കിൽ ദിസ് എൽഡർലി ലേഡി വിൽ കട്ട് അവർ ടിൽ ഇൻ ടു പീസസ്, നമ്മുടെ ടില്ലിനെ പീസാക്കി കളയും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് ത്രെറ്റ്. അടുത്ത ഭീഷണി അതായിരുന്നു. നൗ ഹു ഈസ് ദ തേർഡ് വൺ കമ്മിങ് ഇൻ ഫ്രണ്ട് ഓഫ് യു? Let's see. A young lady. Next one is a young lady. Who was the companion of the Duchess? Archduke inde Duchess inde close friend aanu aaru? This young lady came in as soon as the old lady left. Ee old lady point shesham thanne vannu. She was young and pretty. Enganeyana avalu? She is very young and she is very pretty, means very beautiful to see. Nalla bhangiyulla നല്ല പ്രെറ്റി ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ആര്? ദ കമ്പാനിയൻ ഓഫ് ദ ഡച്ചസ്. ഡച്ചസിന്റെ കമ്പാനിയൻ, ഫ്രണ്ട്. ബട്ട് ഹാഡ് ലോസ്റ്റ് 3 ഓഫ് ഹർ ഫ്രണ്ട് ടീത്ത് ഇൻ ആൻ ആക്സിഡന്റ്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട് ആ ലേഡിക്ക്. എന്താണ്? ഷീ ഈസ് നോട്ട് ഹാവിങ് 3 ടീത്ത്. അവളെ ഫ്രണ്ടിലുള്ള 3 പല്ല് അവൾക്കില്ല. എന്നിട്ടോ അത് ഒരു ആക്സിഡന്റിൽ അത് പോയതാണ്. ഷീ വാണ്ട് ടിൽ. അങ്ങനെ ടില്ലിനോട് അവള് വാൺ ചെയ്തു, മുന്നറിയിപ്പ് നൽകി. എന്താണ്? ദാറ്റ് ഇഫ് ഇൻ ഹർ പിക്ചർ ഷീ ഡിഡ്ന്റ് സീ herself smiling with a perfect set of pearly teeth. പേള് പോലെയുള്ള ടീത്ത് വെച്ചിട്ട് സ്മൈൽ ചെയ്യുന്ന ഒരു പിക്ചർ ആവണം അവളെ വരക്കുമ്പോൾ. She would have him cut into small bits by her lover. അങ്ങനെ വരച്ചിട്ടില്ല എങ്കിൽ അവളുടെ ലവർ എന്ത് ചെയ്യും? ഈ ടില്ലിനെ വിൽ ബി കട്ട് ഇൻ ടു പീസസ്. നേരത്തെ എൽഡർലി ലേഡി പറഞ്ഞതുപോലെ തന്നെ ഇയാളെ പീസാക്കി കട്ട് ചെയ്യും. മീൻസ് her lover will kill him. Who is her lover? Yes, she pointed to the captain of guards. നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ്. ആ ഫസ്റ്റിൽ ടില്ല് വന്ന് കണ്ട ക്യാപ്റ്റൻ ഇല്ലേ? യെസ്, ഹി ഈസ് ദ ലവർ ആൻഡ് ഹി വിൽ കട്ട് ടിൽ ഇൻ ടു പീസസ്. പീസാക്കിയിട്ട് മീൻസ് വിൽ കിൽ ഹിം, അയാളെ കൊന്നുകളയും. അതുകൊണ്ട് ടില്ലിന് മൂന്നാമത്തെ ആളുടെ അടുത്തുനിന്നും ഒരു ഭീഷണിയാണ്. ബിക്കോസ് ഷീ ഈസ് നോട്ട് ഹാവിങ്, ദ യങ് ലേഡി ഈസ് നോട്ട് ഹാവിങ് 3 ടീത്ത്. മുന്നിൽ 3 പല്ലില്ല. ഈ 3 പല്ല് എന്ത് ചെയ്യണം? പേള് പോലെയുള്ള, മുത്ത് പോലെയുള്ള പല്ലുകൾ അവിടെ വെച്ചിട്ട് സ്മൈൽ ചെയ്യുന്ന ഒരു പിക്ചർ ആയിരിക്കണം ആ യങ് ലേഡിയെ വരക്കേണ്ടത്. അതർവൈസ് ഹി വിൽ ബി കിൽഡ്. അല്ല എന്നുണ്ടെങ്കിൽ അയാളെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയാണ് അടുത്ത ആളിൽ നിന്ന് ആർക്ക് കിട്ടിയത്? ടിൽ ദ പെയിന്റർ. ഹി ഈസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. അല്ലേ? ടില്ലിന് ഭയങ്കര കൺഫ്യൂഷനായി. എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ ഇവരൊക്കെ പറഞ്ഞതുപോലെ വരക്കാം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവാം നമ്മുടെ ടില്ല്. എന്ത് സംഭവിച്ചു? നെക്സ്റ്റ് പാരഗ്രാഫ് ലിസൺ. Similar requests and threats continued until he had finished with the last of the courtiers. കുറേ courtiers ഉണ്ട്. ഇങ്ങനെയുള്ള ത്രെഡ്സും ഭീഷണിയും ഡിമാൻഡുകളും റിക്വസ്റ്റുകളുമാണ്
ഓരോ കോർട്ടിയേഴ്സിൽ നിന്നും ആർക്ക് നേരിടേണ്ടി വന്നത്? നമ്മുടെ ടില്ലിന് നേരിടേണ്ടി വന്നത്. എന്നിട്ടോ അതിനൊക്കെ ശേഷം then the Archduke sent for him and said, "My dear fellow, I want your portrait to be perfect in every detail. You are to paint all my courtiers exactly as we see them. If you leave out a mole, a pimple, a single grey hair, I will have you slaughtered like a pig." Yes. What was the demand of the Archduke? Archduke ആണല്ലോ ഇതെല്ലാം വരപ്പിക്കുന്നത് അല്ലേ? അഡ്വാൻസ് ആയിട്ട് റിവാർഡ് കൊടുത്തു, 100 ഗോൾഡ് കോയിൻസ് ഒക്കെ കൊടുത്തിട്ട് ഗ്യാരണ്ടി ചെയ്തിട്ടാണ് ഇയാള് പെയിന്റ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പോൾ പെയിന്റ് ചെയ്യാൻ പറഞ്ഞ നമ്മുടെ ആർച്ച്ഡ്യൂക്കിന്റെ ഡിമാൻഡ് എന്താണ്? Then the Archduke sent for him and said, ടില്ലിനോട് പറയാണ്, "My dear fellow, I want your portrait to be perfect in every detail." ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? വരക്കണം. എന്നിട്ടോ യു ആർ ടു പെയിന്റ് ഓൾ മൈ കോർട്ടിയേഴ്സ് എക്സാക്ട്ലി ആസ് വി സീ ദം. ഒരു മൈനസ് പോയിന്റും ഇല്ലാതെ ഏത് രീതിയിലാണോ നമ്മുടെ കോർട്ടിയേഴ്സിന്റെ പിക്ചർ ഉള്ളത്, ഏത് രീതിയിലാണോ റിയലായിട്ട് അവരുള്ള കാണുന്നത്, ആ രീതിയിൽ ഒരു പോരായ്മയില്ലാതെ എന്ത് ചെയ്യണം? ആ എക്സാക്ട് പോർട്രേറ്റ് ഐ ഹാവ് ടു ഗെറ്റ്. എന്നിട്ടോ ഇഫ് യു ലീവ് ഔട്ട് എ മോൾ, എ പിമ്പിൾ ഓർ എ സിംഗിൾ ഗ്രേ ഹെയർ, ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. ഒരു മോൾ, എന്തെങ്കിലും ഒരു പുള്ളിയോ അല്ലെങ്കിൽ ഒരു പിമ്പിളോ അതേപോലെ ഒരു ഗ്രേ ഹെയർ, നിരച്ച ഒരു മുടിയോ അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വരച്ചിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ അതിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണോ എൻ്റെ കോർട്ടിയേഴ്സിനെ ഇപ്പം കാണുന്നത്, വളരെ എക്സാക്റ്റ് ആയിട്ട് റിയൽ ആയിട്ട് അവരെ ഇപ്പം കാണുന്ന അതേപോലെ അവരെ വരച്ചിരിക്കണം. അതിൽ ഒരു മാറ്റവും ഇല്ല. ഒരു ഗ്രേ ഹെയർ പോലും, നിരച്ച ഒരു മുടി പോലും അതിൽ നിന്ന് ഒഴിവാകാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ വിൽ ഹാവ് യു സ്ലോട്ടേഡ് ലൈക്ക് എ പിഗ്. ഒരു പന്നിയെ അറുക്കുന്നത് പോലെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ അറുത്തു കളയും. ഏറ്റവും വലിയ ഭീഷണിയാണ് ആരടുത്ത് നിന്ന് കിട്ടിയത്? ദ ആർച്ച്ഡ്യൂക്ക്. സോ വാട്ട് വിൽ ഹാപ്പൻ? Till the painter is totally confused. What will I do? If I paint the picture as the courtiers demand, I will be cut into pieces. If I paint the picture as the archduke's demand, I will be slaughtered like a pig. Anyway, my life will be in danger. എങ്ങനെയാണെങ്കിലും എൻ്റെ ജീവൻ അപകടത്തിലാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കുമായിട്ടാണ് ആര് നിൽക്കുന്നത്? നമ്മുടെ ടിൽ ദ പെയിന്റ്. ഓക്കെ, വാട്ട് ഹാപ്പൻഡ്? ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ്. ലുക്ക് അറ്റ് ദ 10th paragraph. Till coolly thought things over and said to himself, "If I paint this picture, I shall certainly be killed. Either the archduke will have me slaughtered like a pig for having disobeyed him, or the courtiers will have me murdered for painting them as they really are. In either case, I am to die. What am I to do? Perhaps it's wiser not to paint this picture at all." Yes. What did he finally decided? He decided finally what? Listen, till coolly thought things over and said to himself. വീണ്ടും വീണ്ടും ചിന്തിച്ചു. ക്യാഷ് വാങ്ങി വെച്ചിട്ടുണ്ട്, ഗോൾഡ് കോയിൻസ് വാങ്ങി വെച്ചിട്ടുണ്ട് അല്ലേ, എല്ലാം എഗ്രി ചെയ്തു, അവിടെ പെട്ടു. എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഓക്കെ, അപ്പം ചിന്തിക്കാണ് സ്വയം. ഇഫ് ഐ പെയിന്റ് ദിസ് പിക്ചർ ഐ ഷാൽ സർട്ടൻലി ബി കിൽഡ്. ഞാൻ ഈ പിക്ചർ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ അവർ കൊന്നുകളയും. ഏത് രീതിയിൽ പെയിന്റ് ചെയ്താലും എന്നെ കൊന്നുകളയും. either the archduke will have me slaughtered like a pig for having disobeyed him. കോർട്ടിയേഴ്സ് പറഞ്ഞതുപോലെ അനുസരിച്ച് ഞാൻ പെയിന്റ് ചെയ്യുകയാണെങ്കിൽ ആരെന്നെ വധിക്കും, എന്നെ കൊല്ലും? നമ്മുടെ ആർച്ച്ഡ്യൂക്ക്.
or the courtiers will have me murdered for painting them as they really are. Archduke പറഞ്ഞതുപോലെ അവരെ റിയൽ ആയിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ the Archduke will kill him or the courtiers will kill him. In either case I am to die. എങ്ങനെയാണെങ്കിൽ ഞാൻ മരിക്കേണ്ടി വരും. What am I to do? Perhaps it is wiser not to paint the picture at all. ഇതിനേക്കാൾ കൂടുതൽ വൈസറായിട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായിട്ട് എനിക്ക് ചെയ്യാനുള്ളത് എന്താണ്? It is not to paint the picture at all. ഒരു പിക്ചറും വരക്കാതിരിക്കുക എന്നുള്ളതാണ്. പിക്ചറേ വരക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ബുദ്ധി വെച്ചിട്ട് എനിക്ക് തീരുമാനിക്കാനുള്ളത് എന്ന് ആര് ചിന്തിച്ചു? Till the painter. Then what did Till do? Whether he has run away from the place or whether he stayed in the palace or not. Look at the next paragraph. The following day, he asked the Archduke for the hall where he was to paint the picture. അവിടുന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ കഴിയില്ലല്ലോ. ഒരിക്കലും അവിടെ വിട്ട് ഓടിപ്പോവാൻ ആർക്ക് കഴിയില്ല? നമ്മുടെ പെയിന്റർക്ക് കഴിയില്ല. അതുകൊണ്ട് he asked the Archduke to show the hall for painting the picture. പിക്ചർ പെയിന്റ് ചെയ്യുന്ന ഒരു ഹാള് കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു. He was shown a large room with bare walls. വലിയൊരു റൂം നമ്മുടെ ടില്ലിന് കാണിച്ചു കൊടുത്തു. With bare walls. വാളിലൊന്നുമില്ല, വളരെ ബെയർ ആയിട്ടുള്ള ഒരു വാളുള്ള നല്ലൊരു വലിയ റൂം. Till asked for thick curtains to be hung on the walls. അങ്ങനെ നമ്മുടെ ടില്ലിനൊരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. തിക്ക് കേർട്ടൻസ് അല്ല, തിക്കായിട്ടുള്ള കേർട്ടൻസ് അവിടെയൊക്കെ തൂക്കിയിടാൻ. എന്തിനാ? He wanted his paintings to be protected from flies and the dust. അയാളുടെ പെയിന്റിങ്ങിന് ഫ്ലൈസ് ഒന്നും വരാതിരിക്കാൻ, അതേപോലെ ഡസ്റ്റ് പൊടിയും അതേപോലെ ഫ്ലൈസും ഓരോ ഈച്ചകളും കൊതുകുകളൊന്നും വരാതിരിക്കാൻ, പാറ്റയൊന്നും വരാതിരിക്കാൻ, ഫ്ലൈസ് വരാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? നല്ല തിക്കായിട്ടുള്ള കേർട്ടൻസ് അവിടെ സ്റ്റിക്ക് ചെയ്ത് വെക്കണം എന്നുള്ള ഒരു ഡിമാൻഡ് ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ചില്ലിനുണ്ടായിരുന്നു. He also asked for 3 assistants to help him. കൂടാതെ ആരെയും കൂടെ വേണം? 3 സഹായികളെയും കൂടെ വേണം അയാളെ ഹെൽപ്പ് ചെയ്യാൻ. ഇൻ മിക്സിങ് കളേഴ്സ്. എന്തിനു വേണ്ടിയിട്ടാണ്? കളർ മിക്സ് ചെയ്യാൻ. പെയിന്റ് ചെയ്യുമ്പോൾ കളർ മിക്സ് ചെയ്യാൻ വേണ്ടി 3 അസിസ്റ്റൻസിനെയും കൂടെ, 3 സഹായികളെയും കൂടെ നമ്മുടെ ചില്ല് ഡിമാൻഡ് ചെയ്തു. The Archduke gave him all that he asked for. എന്തൊക്കെ ഡിമാൻഡാണോ നമ്മുടെ ആർച്ച്ഡ്യൂക്ക് മുന്നിൽ വെച്ചത്, ഇതെല്ലാം ആര് അംഗീകരിച്ചു കൊടുത്തു? എന്തൊക്കെ ഡിമാൻഡുകളാണോ നമ്മുടെ ചില്ല് ആവശ്യപ്പെട്ടത്, ഇതെല്ലാം നമ്മുടെ ആർച്ച്ഡ്യൂക്ക് ചെയ്തു കൊടുത്തു. ഓക്കെ, ഇനി ഹൗ ഡിഡ് അവർ ടിൽ സ്പെൻഡ് ദ ടൈം? എങ്ങനെയാണ് നമ്മുടെ ടില്ല് സമയം ചെലവഴിച്ചത്? whether he painted the picture perfectly or not. Let's see 12th paragraph. For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. On the 31st day, the Archduke thrust his nose in through the door and said, "It's time that you finish the painting. I'm eager to see it. Is it ready?" Till said that the picture was being completed and that he needed some more days to finish. The Archduke replied that as long as the painting was perfect in every detail, he was prepared to be patient. The delay of a week or 2 did not matter, he said. Okay, what is this about for this 12th paragraph? For 30 days, Till and his assistants feasted themselves on the choicest dishes and drank the finest wines. 30 ദിവസം ടില്ലിനെയും ടില്ലിൻ്റെ അസിസ്റ്റൻസിനെയും സഹായികളെയും വളരെ അവർക്ക് ചോയ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡെലീഷ്യസ് ആയിട്ടുള്ള
ഫീസ്റ്റാണ് അവർക്ക് കൊടുത്തത്, ഭക്ഷണമാണ് അവർക്ക് നൽകിയിരുന്നത്. കൂടാതെ ആൻഡ് ഡ്രാങ്ക് ദ ഫൈനസ്റ്റ് വൈൻസ്, ഏറ്റവും നല്ല വൈന് കുടിക്കാനും കൊടുത്തു. നല്ല ഫുഡ്, നല്ല വൈന്, നല്ല ആഡംബരമായിട്ട് അവരവിടെ ജീവിച്ചു. ഒരു മാസം they have got the delicious tasty food items and the choicest one and the finest wine. Then on the 31st day, അങ്ങനെ ഒരു മാസമായിരുന്നു പറഞ്ഞിരുന്നത്, ആ ഒരു മാസം കഴിഞ്ഞു. 31st day ആർച്ച് ഡ്യൂക്ക് എന്ത് ചെയ്തു? The archduke thrust his nose in through the door. Thrust his nose in through the door എന്ന് പറഞ്ഞ ഡോറിൻ്റെ ഉള്ളിലൂടെ ആർച്ച് ഡ്യൂക്ക് ഇങ്ങനെ നോക്കിയെന്നാണോ? നോ, ഇറ്റ്സ് എൻ ഇഡിയം. ഇഡിയമാണ്. മീൻസ് ഹി എൻക്വയർഡ് അബൌട്ട് ദ മാറ്റർ. ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു, എന്തായി എന്നറിയാനുള്ള വളരെ ആകാംക്ഷയോടുകൂടി ടില്ലിനോട് ചോദിച്ചു. ആൻഡ് സെഡ്, ഇറ്റ് ഈസ് ടൈം ദാറ്റ് യു ഫിനിഷ് ദ പെയിൻറ്റിങ്. പെയിൻറ്റിങ് ഫിനിഷ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടല്ലോ. ആൻഡ് ഈഗർ ടു സീ ഇറ്റ്. ഇസ് ഇറ്റ് റെഡി? ഇസ് ഇറ്റ് ഓക്കെ? പെയിൻറ്റിങ് കംപ്ലീറ്റ് ആണല്ലോ. ഐ എം വെരി ഈഗർ ടു സീ ദാറ്റ്. ഞാൻ ആ പെയിൻറ്റിങ് കാണാൻ വളരെ ആകാംക്ഷയുണ്ട് എനിക്ക്. Till said that the picture was being completed and that he needed some more days to finish it. ഇത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക, കുറച്ച് ദിവസം കൂടെ എനിക്ക് ആവശ്യമുണ്ട്. അതൊരു ലാസ്റ്റ് മൊമെൻറ്റിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കൂടെ വേണം. The archduke replied that as long as the painting was perfect in every detail, പക്ഷേ സമയമൊക്കെ തരാം. I want to make the painting perfect. വളരെ പെർഫെക്റ്റ് ആയിരിക്കണം എന്ത് ഈ ഒരു പെയിൻറ്റിങ്. ആൻഡ് ഹി വാസ് പ്രിപ്പയർഡ് ടു ബി പേഷ്യൻറ്റ്. ഞാൻ വളരെ ക്ഷമയോടുകൂടി കാത്തിരിക്കാം, കാരണം അത്രക്കും പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണല്ലോ സമയം വീണ്ടും ചോദിച്ചത്. അതുകൊണ്ട് ആ പെർഫെക്റ്റ് പിക്ചർ കാണാനുള്ള ആകാംക്ഷ എനിക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പേഷ്യൻ്റായിട്ട് വളരെ ക്ഷമയോടുകൂടി ഞാൻ ആ ഒരു പിക്ചറിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ദ ഡിലേ ഓഫ് എ വീക്ക് ഓർ 2 weeks, ഒരാഴ്ചയോ 2 ആഴ്ചയോ നേരം വൈകി എന്ന് വിചാരിച്ച് that did not matter. അതൊരു പ്രശ്നമല്ല. എനിവേ ദ പിക്ചർ ഷുഡ് ബി പെർഫെക്റ്റ് ഇൻ എവറി ഡീറ്റെയിൽ. ഒരു മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഒഴിവാക്കാതെ അത്രക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള പിക്ചറാണ് എനിക്ക് വേണ്ടത്. ടൈം കുറച്ചും കൂടെ കൂട്ടിത്തരാം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആർച്ച് ഡ്യൂക്ക് told him and gave him 2 weeks more. 2 ആഴ്ചയും കൂടെ ആൾക്ക് കൂട്ടിക്കൊടുത്തു. നമ്മുടെ ടില്ലിന് വരക്കാനുള്ള സമയം കൂട്ടിക്കൊടുത്തു. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. Till and his companions continued their merry making for another fortnight. അങ്ങനെ അവർ ഫോർട്ട്നൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആഴ്ചയും കൂടി അവരുടെ ആ ഒരു മെറി മേക്കിംഗ്, ആഘോഷം, അവരുടെ ആ ഉല്ലസിക്കൽ, ആ ഒരു എൻജോയ്മെൻറ്റ് വീണ്ടും 2 ആഴ്ചയും കൂടെ നീട്ടി. On the 45th day, 45ാമത്തെ ദിവസം, once again the archduke poked his nose in through the door. The archduke came and enquired the matter. ആർച്ച്ഡ്യൂക്ക് വന്നിട്ട് കാര്യങ്ങൾ അന്വേഷിച്ചു. കാരണം ആദ്യം 1 മാസമായിരുന്നു, അതിനുശേഷം 2 ആഴ്ചയും കൂടെ നീട്ടിക്കൊടുത്തു. അങ്ങനെ 45 days ആയി. ആ 45 days ആയപ്പം വീണ്ടും ആർച്ച്ഡ്യൂക്ക് was very eager to see the picture. ആ പിക്ചർ കാണാനുള്ള ആ ഒരു ആവേശത്തിൽ വന്നു. എന്നിട്ട് ചോദിച്ചു, എന്ത്? Isn't it time that the picture was completed? Yes. സമയമായില്ലേ? പിക്ചർ കംപ്ലീറ്റ് ആയില്ലേ? Till said that the portrait was being given the finishing touches. പോർട്രേറ്റ്, ആ പിക്ചർ എന്താണ്? അതൊരു ഫിനിഷിംഗ് ടച്ചിലാണ്. ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ് യെറ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷെ അതിൻ്റെ ഒരു ലാസ്റ്റ് മൊമെൻറ്റിലാണ്, ഒരു ഫിനിഷിംഗ് ടച്ചിലാണ് പോർട്രേറ്റ് ഉള്ളത്. ഹി ബെഗ് ഫോർ സം മോർ ടൈം. അങ്ങനെ കുറച്ച് സമയം കൂടെ തരാൻ വേണ്ടി ബെഗ് ചെയ്തു, യാചിച്ച് പറഞ്ഞു. ആര്? നമ്മുടെ ടില്ല് ആർച്ച്ഡ്യൂക്കിനോട്. കാരണം ഇറ്റ്സ് നോട്ട് കംപ്ലീറ്റഡ് ബട്ട് ഇറ്റ് ഈസ് ഗോയിങ് ടു കംപ്ലീറ്റ്. ഇറ്റ് ഈസ് ഇൻ ദ ഫിനിഷിംഗ് ടച്ചസ്. The archduke said that his delay did not matter. സമയം വൈകുക എന്നുള്ളത് പ്രശ്നമൊന്നുമല്ല, so long as he did an excellent job, because he is doing an excellent job. കാരണം നിങ്ങൾ
ഏറ്റവും നല്ലൊരു ജോലിയാണ് ചെയ്യുന്നത്. അത്രക്കും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് സമയം കൂടുതൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ മാറ്റർ. പക്ഷെ ഒരു കാര്യമുണ്ട്, എന്താണ്? ബട്ട് ഹി ആഡഡ്, യു ഷുഡ് ഐദർ കംപ്ലീറ്റ് ദ പിക്ചർ വിതിൻ 15 days ഓർ യു ഷുഡ് ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. എന്ത് ചെയ്യണം? വിതിൻ 15 days, 15 ദിവസത്തിലും കൂടി അത് കംപ്ലീറ്റ് ചെയ്യണം. ഇനിയൊരു 15 ദിവസവും കൂടി തന്നിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു കംപ്ലീറ്റ് ദ പിക്ചർ. അതിൽ കൂടുതൽ എനിക്ക് തരാൻ പറ്റില്ല. അതർവൈസ് യു ഹാവ് ടു ഷോ മീ ദ അൺഫിനിഷ്ഡ് പിക്ചർ നൗ. അല്ലെങ്കിൽ ആ ഫിനിഷ് ചെയ്യാത്ത ആ പിക്ചർ നിങ്ങൾ എനിക്ക് ഇപ്പോൾ കാണിച്ചു തരണം എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ആർച്ച് ഡ്യൂക്ക്. ദെൻ Till promised to complete the picture within 15 days, saying that only a few minor details remain to be filled. ചെറിയ കുറച്ച് ഫിനിഷിംഗ് ടച്ചസ് മാത്രമേ അതിൽ ബാക്കിയുള്ളൂ. ചെറിയ മൈനർ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ആ ഒരു പിക്ചറിൽ ബാക്കിയുള്ളൂ. അതുകൊണ്ട് വിതിൻ 15 days ഐ വിൽ കംപ്ലീറ്റ്. ഓക്കെ എന്ന് ആര് പ്രോമിസ് ചെയ്തു? ടില്ല് പ്രോമിസ് ചെയ്തു. Should your lordship see the painting now? ആർച്ച് ഡ്യൂക്ക് ആ പെയിൻറ്റിങ് ഇപ്പോൾ കാണുകയാണെങ്കിൽ യു വുഡ് നോട്ട് ബി സാറ്റിസ്ഫൈഡ് വിത്ത് ഇറ്റ്. നിങ്ങൾ എന്ത് ചെയ്യില്ല? ആ പിക്ചറുമായിട്ട് ആ ഒരു സംതൃപ്തി നിങ്ങൾക്ക് കിട്ടില്ല. കാരണം അത് ഫിനിഷ്ഡ് ആവുമ്പോഴേ അതിനൊരു പെർഫെക്ഷൻ ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇപ്പം ആർച്ച് ഡ്യൂക്ക് ആ ഒരു പിക്ചർ കാണുകയാണെങ്കിൽ യു വിൽ നോട്ട് ബി സാറ്റിസ്ഫൈഡ്. നിങ്ങൾ സംതൃപ്തി ഉണ്ടാവില്ല നിങ്ങൾക്ക് ആ പിക്ചറിനോട്. സോ യു ക്യാൻ സീ ആഫ്റ്റർ 15 more days. 15 ദിവസം കൂടി അനുവദിക്കുകയാണെങ്കിൽ അതിനുശേഷം നിങ്ങൾക്ക് ഈ പിക്ചർ കാണാം. യു വിൽ ബി ഹാപ്പി ആൻഡ് യു വിൽ ബി സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് പിക്ചർ എന്ന് ആര് പറഞ്ഞു? നമ്മുടെ ടില്ല് പറഞ്ഞു. ഓക്കെ, വി കൻ സീ what has happened to the picture in the next class. Okay, 12 paragraph we have completed today, right? And you have to read these 8 to 12 paragraphs and understand it well, and we can see the question answers. Let's stop here in the 12th paragraph and we can see the question answers of these 4 paragraphs. Look at the next questions. How many questions we had discussed the last class? 11 questions we had discussed. Now look at the 12th question. What were the demands of the Archduke and the courtiers in painting their pictures? What were the demands of the Archduke and the courtiers in painting their pictures? ആർച്ച്ഡ്യൂക്കിൻ്റെയും കോർട്ടിയേഴ്സിൻ്റെയും പിക്ചർ പെയിൻറ്റ് ചെയ്യുന്നതിൽ അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? അതാണ് 12th question. The Archduke demanded Till to paint all the courtiers as really as they are. But the courtiers demanded him to paint them more attractive than they really are. Okay, let's go to the next question. Why did Till think that if he painted the picture, he would definitely be killed? ടില്ല് എന്തുകൊണ്ടാണ് ചിന്തിച്ചത് പിക്ചർ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ എന്നെ വധിക്കപ്പെടും എന്ന്? എന്തുകൊണ്ടാണ് ചിന്തിച്ചത്? ഓക്കെ, ഇഫ് ഹി painted the picture as directed by the Archduke, he would be killed by the courtiers. ആർച്ച്ഡ്യൂക്ക് പറയുന്നത് പോലെ ഇയാൾ പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കോർട്ടിയേഴ്സ് ഇയാൾ എന്ത് ചെയ്യും? വധിക്കും. Or if he painted the picture as directed by the courtiers, he would be killed by the Archduke. കോർട്ടിയേഴ്സ് പറയുന്നത് പോലെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആർച്ച്ഡ്യൂക്ക് എന്ത് ചെയ്യും? ഇയാളെ വധിക്കും. ഓക്കെ, then next question. What will Till do to save himself from being killed? Till, what will Till എന്താണ് ചെയ്യുക? To save himself, സ്വയം രക്ഷപ്പെട്ടു പോവാൻ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്നായിരിക്കാം ചിന്തിച്ചിട്ടുണ്ടാവാം. Till will not draw any picture in the wall.
Okay. And 15th question. How did Till manage to stay in the court for long? How many days did he finally get to complete the picture? How did Till manage to stay in the court for long? കുറച്ചും കൂടെ അവിടെ നിൽക്കാൻ എങ്ങനെയാണ് മാനേജ് ചെയ്തത്? How many days did he finally get to complete the picture? എത്ര ദിവസം കൂടെ നീട്ടി കിട്ടിയെന്ന്? Till kept on saying that the picture was nearing its completion and he needed some more days to complete. Okay, let's stop here. You have to write down these question answers in your notebook and write the new words in your notebook and read well. The rest of the lesson we can take in the next class. Thank you. Bye bye.